ഹായ്. നമ്മൾ ചെറുപ്പം തൊട്ടേ സിനിമ കണ്ടു തുടങ്ങിയ കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്ന രണ്ട് പേരുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും, അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും. ഇവരുടെ രണ്ടുപേരുടെയും മുഖമോ ശബ്ദമോ ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല മലയാളികളുടെ ഒരു ദിവസം പൂർണ്ണമാവുന്നു. കാരണം ഫോൺ എടുത്താലും സോഷ്യൽ മീഡിയാസിലായാലും ടി വിയിലായാലും ചാനലിലായാലും കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ ഫേസോ അല്ലെങ്കിൽ ശബ്ദമോ ഇല്ലാത്ത ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളിക്ക് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അത്രയും നമ്മളെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ രണ്ട് മുഖങ്ങളാണ് ഈ രണ്ടുപേരും. ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ് മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് ഫൈറ്റ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ആരാധകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും മത്സരത്തിലാണ്. ആരാണ് നന്നായിട്ട് അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത്, ആരാണ് നന്നായിട്ട് കോമഡി ചെയ്യുന്നത്, ഇതൊക്കെ പറഞ്ഞ് അതൊക്കെ കാലം അത്രയും പണ്ട് തൊട്ടേ നടന്നു വരുന്ന ഒരു സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മമ്മൂക്കയ്ക്ക് ശാരീരികപരമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. അത് പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഒഫീഷ്യലായിട്ടൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ക്യാൻസർ എന്ന് പറയുന്നതൊക്കെ ഒന്ന് രണ്ട് ന്യൂസിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ അത് തെറ്റാണെന്നുള്ള വാർത്തകളും പിന്നെ വന്നിരുന്നു. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയില്ല. കാരണം അത്രയും ക്ലോസ് സർക്കിളിൽ മാത്രമേ ഇത് അറിയാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കും. ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ലാലേട്ടൻ ശബരിമലയ്ക്ക് പോകുന്ന ന്യൂസുമായിട്ട് നമ്മളെല്ലാവരും കണ്ടു ആ ന്യൂസ്. പക്ഷെ ശബരിമലയിൽ എത്തി പിന്നെ നമ്മൾ കാണുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേട്ടൻ അവിടെ എത്തിയതിനു ശേഷം സ്വന്തം ഭാര്യയുടെ പേരിൽ വഴിപാട് കഴിക്കുന്ന കൂട്ടത്തിൽ ലാലേട്ടൻ കഴിച്ചിട്ടുള്ള ഒരു വഴിപാട് മുഹമ്മദ് കുട്ടി വിശാഖ നക്ഷത്രമായിരുന്നു. അതായത് നമ്മുടെയൊക്കെ മമ്മൂക്ക. ഞാനിതെല്ലാം ആലോചിക്കുന്നത് അവരുടെ ഒരു ബോണ്ട്, അതായത് അവർ തമ്മിലുള്ള ആ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് വേറെ ഏത് ഇപ്പം മലയാളത്തിലൊഴികെ വേറെ ഇപ്പൊ തമിഴിലായാലും ഹിന്ദിയിലായാലും ഏത് ഭാഷയിലായാലും രണ്ട് സൂപ്പർ സ്റ്റാർസ് തമ്മിൽ ഇത്ര ആത്മബന്ധം പുലർത്തി പോകുന്ന ഒരു മേഖല വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവര് തമ്മിലുള്ള ആ ഒരു റിലേഷൻ സത്യം പറഞ്ഞ ഇന്നലെ കണ്ണു നിറഞ്ഞു പോയി ആ ഒരു ന്യൂസ് കണ്ടപ്പം. കാരണം ഇവിടെ കിടന്നിട്ട് ഇപ്പൊ എമ്പുരാനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് മമ്മൂക്ക ഫാൻസും, ഇനിയിപ്പോ ബസൂക്ക ഇറങ്ങുമ്പോൾ അതിന് ഡീഗ്രേഡ് ചെയ്യാൻ മോഹൻലാൽ ഫാൻസും എന്തായാലും ഉണ്ടാവും. അതിനൊന്നും ഒരു സംശയം വേണ്ട. ഇത് കാലങ്ങളായിട്ട് ഇവിടെ സംഭവിക്കുന്ന ഇവര് തമ്മിൽ ക്ലാഷ് റിലീസ് ഉണ്ടെങ്കിൽ പറയും വേണ്ട. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവര് തമ്മിലുള്ള ആ ഒരു റിലേഷൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ ആണ് അത് ശരിക്കും. നമ്മൾ കുറച്ചു പേര് ഇതൊന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കടിക്കുന്നു. കുറച്ച് ദിവസം മുന്നേ അവരെല്ലാവരും സിനിമാക്കാരുടെ അന്യതയായിരുന്നു. കാരണം സിനിമയിൽ ഇന്ന പ്രവർത്തികൾ കാണിക്കുന്നത് കൊണ്ടാണ് കുട്ടികളൊക്കെ ഇത് കണ്ട് പഠിക്കുന്നത്, അല്ലെങ്കിൽ സിനിമ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, സിനിമ മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു കുറച്ചു കാലമായിട്ട് സിനിമാക്കാരുടെ അന്യത്തേക്ക് കയറിയിട്ടുള്ളത്. ഇതേ സിനിമാ മേഖലയിലാണ് ഇത് നടക്കുന്നത്. ഒന്നിച്ച് ഒപ്പം വളർന്ന ആള് താനില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ബോധത്തോടു കൂടി, അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാള് നമ്മുടെ കൂടെ ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അയാൾ വീണ് കിടക്കുമ്പോൾ അയാളെ ചവിട്ടി പൊന്താനല്ല നോക്കുന്നത്, മറിച്ച് അയാളോടുള്ള ആ ഒരു ബഹുമാനവും ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഭംഗിയും നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതും സിനിമയിലാണ് നടക്കുന്നത്. ഇതിലൂടെ ഭയങ്കര വലിയൊരു മെസ്സേജ് അല്ല എല്ലാവർക്കും ഉള്ളത്. കാരണം ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ട്, തമ്മിൽ ഒരു ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുന്നവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടിയും പിടിയും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്ര വർഷമായിട്ട് ഒന്നിച്ച് പോകുന്ന അവരുടെ ആ ഒരു റിലേഷൻ, ഇതും നിങ്ങൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലുള്ള റിലേഷനാണ്. ഇതൊന്നും ആർക്കും ഇൻസ്പയർ ചെയ്യണ്ടേ ജീവിതത്തിൽ? മോശം വരുമ്പോൾ മാത്രം സിനിമാക്കാരുടെ അന്യത്തേക്ക്, അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയും കണ്ടില്ലല്ലോ. മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലെ ആവാൻ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ചർച്ച ഇവിടെ നടന്നില്ലല്ലോ. മാർക്കോയ്ക്കെതിരെ കുറെ ചാനൽ ചർച്ച നടത്തി. അതുപോലെ സിനിമാ മേഖലയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറെ അന്തിച്ചർച്ചകളിൽ കുറെ എണ്ണം വന്ന് വായ്ത്താളടിച്ച് കോണടിച്ച് പോയി. ഇതൊന്നും ആർക്കും അറിയണ്ടേ? നല്ലത് വരുമ്പോൾ മാത്രം ആരും കാണുന്നില്ലല്ലോ. മോശം വരുമ്പോ സിനിമാക്കാരനെ അന്യത്തേക്കില്ലേ? ആ റിലേഷൻ അവർ ഇപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്തേ അവർക്ക് അറിയില്ലേ തമ്മിലടിക്കാൻ? പണ്ട് സിനിമ വരുമ്പോ ആളെ കയറ്റി കൂവിക്കാൻ എന്താ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലേ? കാരണം അതൊന്നും അല്ല റിലേഷൻഷിപ്പ് എന്നും, അതൊന്നും അല്ല പരസ്പരം ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് കലാകാരന്മാര് തമ്മിൽ ചെയ്യേണ്ടതെന്നും അവർക്ക് നല്ല ബോധമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇനി ഈ ഒരു ന്യൂസ് കണ്ടിട്ടും ഇനിയും നിങ്ങൾ ഫാൻ ഫൈറ്റ് തുടരാനും, അതുപോലെ ഇപ്പൊ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ഡീഗ്രേഡ് ചെയ്യാൻ നിന്നവരൊക്കെ ഒന്ന് മാറി ചിന്തിക്കൂ. കാരണം അവര് തമ്മിൽ അത്രയും ബ്യൂട്ടിഫുൾ റിലേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു ചേട്ടനെ പോലെ കണ്ട് ലാലേട്ടൻ അവിടെ പോയി ആ ഒരു വഴിപാട് കഴിപ്പിച്ചപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ മനുഷ്യന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും കൂടി വേണ്ടിയായിരിക്കും അത്. കാരണം എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിന് അറിയാൻ മതിയാവും
എന്താണ് മമ്മൂട്ടിക്ക് ഇപ്പൊ ശാരീരികപരമായിട്ട് മമ്മൂക്കയ്ക്കുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ലാലേട്ടൻ എന്തായാലും അറിയാൻ മതിയാവും. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ശബരിമലയ്ക്ക് പോയപ്പോൾ തന്റെ ഭാര്യയുടേത് ഒരു വഴിയുടെ പേരിൽ ഒരു വഴിപാട് കഴിക്കുന്ന കൂട്ടത്തിൽ തന്റെ ജ്യേഷ്ഠനായിട്ട് താൻ കാണുന്ന ഒരാളുടെ പേരിൽ അയാൾ ആ ഒരു വഴിപാട് കഴിപ്പിക്കുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒരാളെ ചവിട്ടി തേച്ചിട്ടല്ല നമ്മൾ പൊന്തി വരേണ്ടത്. നമ്മളെ കൂടെ നിൽക്കുന്നവനെ ചേർത്ത് നിർത്തി നമ്മൾ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്നുള്ള ബോധത്തോടു കൂടി ആ ഒരു സ്നേഹവും ബഹുമാനവും അത് അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഇത് ഇൻസ്പയർ ആവുക, ഇതാണ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആവേണ്ടത്. ഈ ബന്ധങ്ങളാണ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആവേണ്ടത്. നല്ലതിനെ ഇൻസ്പയർ ചെയ്യാൻ പഠിക്കുക. അല്ലാതെ മോശം വരുമ്പോൾ നിങ്ങളത് ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വളർത്തു ദോഷമാണ്, നിങ്ങളുടെ വീട്ടുകാരുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടിന്റെ പ്രശ്നം. അത് സിനിമയുടെ പ്രശ്നമല്ല. ഇതൊക്കെ ഇൻസ്പയർ ആവുക.